ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരുടെയും കമൻസും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുള്ള കുറേ കമൻസ് ഞാൻ കാണാറുണ്ട്. അലോവേര ജെല്ല് വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ചിലർ പറയും ഒരുപാട് ഇങ്ങനെ ചട്ടികളിലും ഒക്കെ ആയിട്ട് വളർത്തിയിട്ട് ഒരുപാടുണ്ട്. പക്ഷെ അത് ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സ്കിൻ കെയറിനും അല്ലെങ്കിൽ ഹെയർ കെയറിനും ഒക്കെ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ചേച്ചി ഒന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഈ അലോവേര ജെല്ല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് നിങ്ങളത് കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഒന്ന് നമ്മളത് കട്ട് ചെയ്ത് ലീഫ് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ചാരി അത് വെക്കണം കേട്ടോ. കാരണം അതിനകത്ത് ഒരു യെല്ലോ ലിക്വിഡ്, അതെല്ലാവർക്കും വീട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയാം. കാരണം അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു യെല്ലോ, കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് യെല്ലോ കളറിൽ ഒരു ലിക്വിഡ് വരും. അത് ഒട്ടും തന്നെ നിങ്ങളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പറ്റരുത്. കാരണം അത് കുറച്ച് പോയിസണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഫുൾ യെല്ലോ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴുകിയിട്ട് വേണം അലോവേര ജെല്ല് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന റെമഡിയിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയും ഉപയോഗിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള അലോവേര ജെല്ലും യൂസ് ചെയ്യാം. അപ്പോൾ അലോവേര ജെല്ല് നമുക്ക് ഈ ഒരു 2 ടൈപ്പിലെയും യൂസ് ചെയ്യാം. പിന്നെ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. കാരണം മോയ്സ്ചറൈസർ, നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ, അതായത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അലോവേര. അതുപോലെ സൺ ടാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഒരുപാട് പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്, നാച്ചുറലായിട്ടുള്ള ഒരു SPF തന്നെയാണ് കേട്ടോ അലോവേര എന്ന് പറയണത്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏജിങ്, ഇപ്പം നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാവണ ആ ഒരു റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ മാറ്റാനായിട്ട്, മുഖത്തെ പാടുകൾ മാറാനായിട്ട്, അതുപോലെ പിമ്പിൾ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ബെനിഫിറ്റ്സും ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു 2 സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അലോവേരയുടെ കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ്സ് നമുക്ക് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായാലും നമുക്ക് ആ ഒരു സ്കിന്നിൽ കുറച്ച് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആവും. അപ്പോൾ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഈസി സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് ഏത് ടൈമും ചെയ്യാം. പിന്നെ സ്കിൻ കെയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ ടൈം എപ്പോഴും പറയുന്നത് പോലെ ഈവനിങ് ടൈമാണ്. സോ ആ ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നല്ലത്. സോ അപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രബാണ്. സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഒന്നുകിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് അലോവേര, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കളർ ചേർക്കാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേരയാണ് ഏറ്റവും ബെറ്റർ. അത് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് കോക്കനട്ട്, നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. ചെറിയ ജാറിൽ, മിക്സർ ജാറിൽ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് ചെറിയ പൊടി ആക്കിയിട്ട് അത് ഈ ജെല്ലിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഒരു സ്ക്രബായിട്ട് നിങ്ങളുടെ സ്കിന്നിലെ ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു 5 മിനിറ്റ് അത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ തേങ്ങ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി തരിയായിട്ട് കിട്ടും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിനെ ഹാം ആക്കാണ്ട് തന്നെ ഒന്നും എന്താ പറയുക, നമുക്ക് ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാണ്ട്, ചില ആൾക്കാരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. അപ്പം ആ സ്കിന്നിന് തന്നെ ഒരു പോറലുകളും സ്ക്രാച്ചസും ഒന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് വളരെ ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് അത് സ്ക്രബ് ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വാൾനട്ട്സോ അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള സ്ക്രബൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് അത്ര നല്ല ഒരു ഇതല്ല. കാരണം സ്കിന്നിനെ അത് സ്ക്രാച്ചസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ഡാമേജസ് പെട്ടെന്ന് ഉണ്ടാക്കും ഇങ്ങനെയുള്ള സ്ക്രബുകൾ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കനട്ട് വളരെ സോഫ്റ്റാണ്. പ്ലസ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിലടങ്ങിയിട്ടുള്ള ഓയിൽ നമ്മളുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. സോ അതുകൊണ്ട് ഒരു പ്ലംപി ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. സോ നിങ്ങൾ ആദ്യം ഈ ഒരു സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് പാറ്റേണിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈവൻ ഓൺ നെക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്യുക. ഇനിയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു സ്ക്രബിങ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു സ്പൂൺ അലോവേര ജെൽ എടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോക്കനട്ട് മിൽക്ക് കിട്ടും. അത് നമുക്കൊരു ഹാഫ് സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സിറം ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും, അതൊന്ന് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓവർനൈറ്റ് വെക്കാം, അല്ലെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് ശരിക്കും നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ ഉള്ള ഡേർട്ടും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ടും അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇത് ശരിക്കും സൺ ടാൻ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ചെറുതായിട്ടുള്ള റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. അതുപോലെ പിമ്പിൾ കൺട്രോൾ ചെയ്യാനായിട്ട്, ആക്നി പിമ്പിളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാം. ഇത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാം. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്യുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.